ഇവിടുത്തെ പാചക വിശേഷങ്ങളൊന്നും തീരുന്നില്ല. പക്ഷെ എന്റർടൈൻമെന്റ് സോണിലും ഒരുപാട് വിശേഷങ്ങളുണ്ട്. ആ കാഴ്ചകൾ കാണണ്ടേ? അങ്ങോട്ട് പോകാം. കഴിഞ്ഞ റൗണ്ടിനെ പറ്റി എന്താ അഭിപ്രായം? അഭിപ്രായമൊന്നുമില്ല. കാര്യം അവൾക്ക് ഫസ്റ്റ് കിട്ടിയതാണ്. പക്ഷെ അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല കേട്ടോ. അത് ഞാനെന്തായിട്ട് ഉണ്ടാക്കിയിട്ട് ഫസ്റ്റ് കിട്ടിയത്. വെറുതെ മുട്ട വെച്ച് അതിനകത്ത് കുറെ സോസേജ്. കൈപുണ്യം വേണം, കൈപുണ്യം. ഓ കൈപ്പുണ്യല്ല, സോസേജ് അവിടെ റെഡിമെയ്ഡ് ആയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഇല്ല, അവിടെ ചോദിച്ചു ഞാൻ സോസേജ് തരുമെന്ന് ചോദിച്ചു. പുറത്തേക്ക് ഓരോരുത്തരുടെ കഴിവല്ലേ, ഇങ്ങനെ മുറിച്ച് മുറിച്ച് ഓരോരുത്തരുടെ മനസ്സിലായി. എനിക്ക് ഇഷ്ടപ്പെട്ട എന്താന്ന് പറയാ, എനിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടില്ല. എനിക്ക് രണ്ടിലും തേടായിരുന്നു. രണ്ടിനും തേർഡ് കിട്ടിയതാ. അല്ല, ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ ഇന്ന് ഞാൻ നല്ല നല്ല മസാല കൂട്ടായിരുന്നു. ചേച്ചി എന്താണ് മസാല കഴിച്ചിരിക്കുന്നത്? വിഷമമായത്. ഞാൻ ടേസ്റ്റ് പക്ഷെ എന്റെ മാവ് മാത്രം കഴിച്ച് ചേച്ചി എനിക്ക് തേർഡ് വിഷമായി. അതിനല്ല സെക്കൻഡ് റൗണ്ടിൽ ഫസ്റ്റ് കിട്ടി. അല്ല, ആൾക്കാരൊക്കെ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. എന്റെ അടുത്തൊരു നെഗറ്റീവ് അഭിപ്രായം പറഞ്ഞു. ഞാൻ എല്ലാം കൈകൊണ്ട് വാരിട്ടു. എവിടെ ചെന്നാലും സ്വഭാവം മറക്കൂലല്ലോ. നമ്മള് കടലമാവ് എടുത്തില്ലേ, കടലമാവ് എടുത്തു. പിന്നെ അടുത്തത് എല്ലാം കുഞ്ഞു കുഞ്ഞു പാത്രത്തിലൊക്കെ വെച്ചിരുന്നത്. പക്ഷെ അവിടുന്ന് എല്ലാം എടുത്തിട്ടത് കൈ കൊണ്ട് എടുത്തിട്ടാണ് മിക്സ് ചെയ്തത്. ഈ കയ്യിൽ മാവായിപ്പോയി. പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റണ്ടേ. പിന്നെ ബാക്കി എല്ലാവരും നല്ല ലൈവ്ലി ആയിരുന്നു. സജിത നല്ല ലൈവ്ലി ആയിരുന്നു. പാട്ടുകളൊക്കെ ഇന്ന് ഇവളുടെ പാട്ട് നിർത്താൻ വേണ്ടി മിക്സി ഓൺ ചെയ്യേണ്ടി വന്നു. ഒരു രക്ഷയില്ല. ചേച്ചി പാടിയപ്പോ ഞാൻ വേറെ മിക്സി വീട്ടിൽ വന്നിരിക്കാ പാട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു റെസിപ്പി എങ്ങാനും എഴുതി വന്നു. പഠിച്ച ഒന്നും നടക്കൂല. സോറി, എല്ലാരും ഒന്നിച്ചിരുന്ന് റൗണ്ടിന്റെ അത്രയും പരിദൂഷണം പറഞ്ഞിട്ടില്ലേ? സാധാരണ കുറച്ച് കൂടുതൽ പറയുന്നു. ഞാനിപ്പോ വന്ന് നിങ്ങളിവിടെ പാട്ടൊക്കെ തുടങ്ങി കാണുന്നു. വന്നിട്ടേ തുടങ്ങും. പാട്ട് ഇഷ്ടപ്പെടുന്ന ആള് ഞാനല്ലേ അല്ലേ? ചേച്ചി എല്ലാം സഹിക്കാന്നുള്ള ഒരു ഫുഡ് കഴിക്കുന്നില്ല, അതിന് മേലൊന്നും സഹിക്കാനില്ല. ഓടി നടന്ന് ടേസ്റ്റ് ചെയ്യുമ്പോ ഞാൻ എങ്ങനെയാണ് പാട്ട് സഹിക്കണം, പാട്ട് സഹിക്കണം, ഡാൻസ്, പരദൂഷണം, ഭക്ഷണം എല്ലാം സഹിക്കണം അല്ലേ? അയ്യോ, പക്ഷെ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് എന്തായാലും. ഇഷ്ടപ്പെട്ടത് കോമഡിയിൽ വരുന്നല്ലേ? ഭയങ്കര മറക്കാൻ പറ്റുന്ന തലയിരിക്കും ആരാണ്ട. അതൊന്ന് ചെയ്ത് നോക്കിയാലോ? ആ മിമിക്രി ഒന്ന് കൃഷ്ണനെ ഒരാളെ ഞാനാവാം. ഓക്കെ, കൃഷ്ണ ലക്ഷ്മി നായർ പോകുന്നു. ഓക്കെ, അപ്പൊ ആദ്യം എന്തായിരുന്നു സംഭവം? പുറകെ നടക്കുന്നത് അല്ല, ഇവിടെ അതെപ്പോഴും ബാക്കില. ഓക്കെ, ഉണ്ടാക്കി വിളിക്കാം ചേച്ചി. കപ്പ റെഡിയായി. പിന്നെ ടേസ്റ്റ് ചെയ്താൽ മാത്രം മതി. ടേസ്റ്റ് ചെയ്യട്ടെ. സ്പൂൺ ചേച്ചിക്ക് എന്താ ഒരു ഗൗരവം എന്താ? അല്ല, ക്രാഷ്. എങ്ങനെയുണ്ട് ചേച്ചി? ഇതില് പുളിയില്ല. പുളി ഇട്ടില്ലായിരുന്നു. ക്രാഷ്. ഇതില് ഉപ്പില്ല. അയ്യോ, ഞാൻ ഉപ്പ് കുറേ ഇട്ടതാ. ഇതില് എരിവില്ല. പുളിയില്ല, ഉപ്പില്ല, എരിവില്ല. ഞാനിത് കഴിക്കില്ല. അയ്യോ, ഇതാണോ 1 മണിക്കൂർ സമയം തന്നിട്ട്? ഇതാണ് 1 മണിക്കൂർ സമയം കപ്പ ഉണ്ടാക്കിയത്. ക്രഷ്. ചേച്ചി ദേഷ്യപ്പെടുമ്പോഴും നല്ല സൗന്ദര്യമാണ്. കണ്ണുകൾ ഇങ്ങനെ
അടയുന്ന കാണുമ്പോഴേ പ്രത്യേക ഭംഗി. ഇത് ഏത് ലിപ്സ്റ്റിക്കാ ചേച്ചി? കൂടുതലും ക്രഷ്. നല്ല ഉപ്പുണ്ട്. ആ ക്രഷ്. നല്ല ഉപ്പുണ്ട്. ഇതില് മുളകിട്ടെന്നല്ലേ പറഞ്ഞു? ആ മുളകിട്ട് നല്ല മുളകിട്ട്. നല്ല രുചിയുണ്ട്. കപ്പ ഇട്ടിട്ടുണ്ട്. ആ കപ്പ ഇട്ടിട്ടുണ്ട്. ക്രഷ്. തലയിരിക്കുമ്പോ വാലാടും.